ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. കൂടുതൽ കട്ടിങ്ങോ മെഷർമെൻറ്റ്സോ ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതൊരു ബിഗിനേഴ്സിനും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണിത്. നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു സ്ട്രൈപ്പ് വെച്ചിട്ട് ടൈ ചെയ്യുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതൽ മെഷർമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫാബ്രിക് മൽച്ചന്തേരി ഫാബ്രിക്കാണ് കേട്ടോ. അത്യാവശ്യം ത്രെഡ് വർക്ക് വരുന്നൊരു ഫാബ്രിക്കാണ്. ഇത് മീറ്ററിന് 180 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പേർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിലേക്ക് മാച്ച് ആക്കിക്കൊണ്ട് ഞാൻ ലൈനിങ് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതുപോലെ ലൈനിങ് എടുത്തിട്ടുള്ളത് 1 മീറ്റർ ഫാബ്രിക്കാണ്. അപ്പം ഇതാണ് മൽച്ചന്തേരി ഫാബ്രിക് വരുന്നത് കേട്ടോ. നമുക്ക് ലൈനിങ് ആവശ്യമുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഈ ഒരു ഫാബ്രിക്കിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ലെങ്ത്തും വിടുത്തൊക്കെ നോക്കാനുണ്ട്. വിടുത്ത് ഞാൻ ആ ഒരു സെയിം വിടുത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത്ത് നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം എത്ര ഫോൾഡ് ചെയ്തെടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസിലാണ് കേട്ടോ ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫാബ്രിക്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിലും രണ്ട് ടൈപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് പീസും അതുപോലെ മെയിൻ ഫാബ്രിക്കും രണ്ട് മെത്തേഡിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലെങ്ത്തായിട്ട് എനിക്കിവിടെ 25 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിലേക്ക് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ഒരു 27 ഇഞ്ച് ഇതുപോലെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്തായിട്ട് 6 ഇഞ്ചും അതുപോലെ ആം ഹോൾ ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടോ. നമുക്ക് 1 ഇഞ്ച് കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അത് ഞാൻ പിന്നെയാണ് ചിന്തിച്ചത്. നമ്മൾ ഹാൾട്ടർ നെക്കായിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ആം ഹോളിൻ്റെ കർവും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 12 ഇഞ്ചിൽ വേസ്റ്റ് റൗണ്ടും ഒരു 17 ഇഞ്ചിൽ ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്യാനായിട്ട് ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് റൗണ്ട് 22 ഇഞ്ചും ഹിപ്പ് റൗണ്ട് 24 ഇഞ്ചും ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതിനുള്ള മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ താഴെ ഭാഗത്തേക്ക് ചെറിയ കർവായിട്ട് അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ഹാൾട്ടർ നെക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ വിടുത്തുണ്ടല്ലോ അത് കുറക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് 3 ഇഞ്ചാണ് കേട്ടോ. 2ആയിട്ട് മടക്കിയിട്ടാണ് ഈ ഒരു 3 ഇഞ്ച്. ടോട്ടൽ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുക. അതിനെ നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ കർവിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ട് താഴെ ഭാഗത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒത്തിരി വൈഡായിട്ട് കുട്ടികളുടെ ഒരു ആം ഹോളിൻ്റെ അവിടെ വൈഡായിട്ട് നിൽക്കും. നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്നും നോക്കണ്ട. ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റിലേക്ക് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്തതിന് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് 27 ഇഞ്ചസും ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ നമുക്ക് ഈ ഒരു മെയിൻ പീസിൽ കട്ട് ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 പീസ് ഉണ്ടല്ലോ. അതിനെ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം 6 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് ഇത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ആ ഒരു ഭാഗത്തേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നെക്കിൻ്റെ ഭാഗം, അത് നമുക്ക് ഞൊറി വിട്ടെടുക്കാൻ വേണ്ടത്.
അപ്പോൾ നമുക്ക് ത്രെഡിനൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം കുറച്ച് വലിയ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിനെ ഇതുപോലെ വലിച്ച് നമുക്ക് ഒരു 6 ഇഞ്ച് നമുക്ക് ചുരുങ്ങണം കേട്ടോ. അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ മാക്സിമം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഞൊറിവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് എത്രയാണോ വരുന്നത് ആ ഒരു ഭാഗം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസായിട്ട് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇതിൻ്റെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൻ ഫാബ്രിക്കിനെ തിരിച്ചിട്ടിട്ട് നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ആം ഹോളിൻ്റെ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗം തിരിച്ചിട്ടെടുക്കുമ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടെടുത്തപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജും കൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് അമർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഭംഗി ഇത് തന്നെയാണ് കേട്ടോ. ഹാൾട്ടർ നെക്കായിട്ട് നമ്മൾ ഹൈ നെക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ ഒരു ആം ഹോള് കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഞൊറി വിട്ട ഭാഗം ഉണ്ടല്ലോ അതിനൊന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കാം. അപ്പം നെക്കിൻ്റെ ഭാഗം നമുക്ക് എക്സ്ട്രാ മെഷർമെൻറ്റ്സോ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ 2 പീസും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്ട്രൈപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്തായിട്ട് 4.5 ഇഞ്ചും ലെങ്ത്തായിട്ട് നമുക്ക് എത്രയാണോ മാക്സിമം കിട്ടുന്നത് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മിഡിൽ ഭാഗം നമുക്ക് ഒരു സൈഡിലേക്കാണ് ഇത് കിട്ടുന്നത്, ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഒന്നും അല്ല കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വരുന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ഫ്രണ്ടും ബാക്കും അങ്ങനെ കാണാൻ കഴിയില്ല. നമുക്ക് ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് മടക്കിയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഹാഫ് 2 ഇഞ്ചൊക്കെ ആയിട്ട് ചുരുങ്ങും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് മുതലാണ് ഈ ഒരു പീസിനെ ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ വരിക. അപ്പോൾ നമ്മൾ മിഡിൽ മാർക്ക് ചെയ്തെടുത്തല്ലോ, അവിടുന്ന് ഇപ്പുറത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത് മുതലാണ് ഈ ഒരു പീസിനെ ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പീസ് ജോയിൻ ചെയ്തെടുക്കാൻ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഞാൻ വിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു റൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം ഞാൻ നല്ല വശത്തിന് മുകളിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് ഇതുപോലെ രണ്ടാമത്തെ പീസും ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഒറ്റ സ്റ്റിച്ചായിട്ട് അവിടെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2 പീസും ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും തമ്മിൽ നമുക്ക് 3 ഇഞ്ച് ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും എഡ്ജ് ഇതുപോലെ മടക്കി തയ്ച്ചിട്ട് ഈ ഒരു എഡ്ജും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു പാറ്റേണിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ട്രൈപ്പ് നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിലാണ് കേട്ടോ സ്ട്രൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കെട്ടുന്ന രൂപത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു കെട്ട് കുറച്ച് ലെങ്ത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഈ ഒരു ലെങ്ത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം നമുക്കിതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രൈപ്പിനെ മുഴുവനായിട്ടും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എൻഡിലെത്തുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ താഴെയും മുകളിലും നമുക്ക് സ്റ്റിച്ച് വീഴുന്ന രൂപത്തിൽ ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു ലാസ്റ്റ് ഒരു ലോക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നെക്കിൻ്റെ ഭാഗം നമ്മളിതുപോലെ സ്ട്രൈപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കോളർ നെക്കാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുക. ഒരു ഹാൾട്ടർ നെക്ക് ചെയ്യുന്നവർക്ക് അറിയാലോ. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇടാൻ മറക്കരുത്. പിന്നെ ഇത് നമുക്ക് ടൈ ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുടെ നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്കിത് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇത് ടൈ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ലൈനിങ് പീസിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സിലേക്ക് നമ്മൾ ആ ഒരു മെയിൻ പീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ താഴെ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് കാണാതെ തന്നെയാണ് ഈ ഒരു ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് എത്രയാണോ വേണ്ടത്, ആ ഒരു ആം ഹോള് അധികം ഇറങ്ങി നിൽക്കാതിരിക്കായിരിക്കും നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന രൂപത്തിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ലൈനിങ് പീസ് രണ്ടും ഒരുമിച്ച് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡത്തെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആം ഹോളിൻ്റെ, അത് നമ്മൾ എത്രയാണോ മെഷർ ചെയ്തത് അങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഷേപ്പിൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നല്ല ഭംഗിയിലാണ് നമുക്ക് ആ ഒരു ഭാഗം കിട്ടുക. അപ്പം ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താഴെ ഭാഗത്തെല്ലാം നമുക്ക് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആം ഹോളിൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ മെഷർ ചെയ്തെടുത്ത അത്രയും ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ലൂസായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ കൊണ്ടുവരിക കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക്. പിന്നെ നമുക്ക് ഈ ഒരു താഴേക്ക് എത്തുമ്പോൾ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. മെയിൻ ഫാബ്രിക്കിൻ്റെ നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതാണ് ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും നല്ലൊരു എലഗൻ ലുക്ക് തരുന്നൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റിന് ഫ്രണ്ട് ബാക്ക് ഒന്നുമില്ല കേട്ടോ. ഏത് സൈഡിലേക്കും നമുക്കിത് വെയർ ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സജഷനായിട്ട് കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.